إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള നോമ്പുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർക്ക് മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള പരിപാവനമായ മാസമായ റമളാനിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറയെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന റജുലു ഇദാ ഖറഅൽ ബഖറത വ ആല ഇമ്രാൻ ജദ്ദ ഫീന. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും അറിയുമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ മഹാന്മാരായിരുന്നു അവർ. ഒരു മനുഷ്യനെ മഹത്വമുള്ളവനാക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ മാത്രം പര്യാപ്തമായ ബൃഹത്തായ അധ്യായമാണ് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്ന ലികുല്ലി ഷൈഇൻ സനാമ വസനാമുൽ ഖുർആനി സൂറത്തുൽ ബഖറ. ഏതൊരു കാര്യത്തിനും അതിൻ്റെ തലയെടുപ്പുള്ള ഒരു ഭാഗമുണ്ടാകും. പരിശുദ്ധ ഖുർആനിൻ്റെ തലയെടുപ്പുള്ള ഭാഗം അത് സൂറത്തുൽ ബഖറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, സൂറത്തുൽ ബഖറ ആരാണോ പഠിക്കുന്നത്, ഇന്ന അഖ്ദഹ ബറക വ തർകഹ ഹസറ. സൂറത്തുൽ ബഖറയെ സ്വീകരിക്കുന്നവർക്ക് ബറക്കത്തുണ്ട്, ആരാണോ അതിനെ നഷ്ടപ്പെടുത്തുന്നത് അതവർക്ക് വലിയ നഷ്ടമാണ്. സൂറത്തുൽ ബഖറയെ ഉപേക്ഷിക്കുന്നവർക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കാനുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, 4 മഹത്വങ്ങൾ സൂറത്തുൽ ബഖറയിൽ ഉൾക്കൊള്ളുന്നു. അതിലൊന്ന്, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ് സൂറത്തുൽ ബഖറ. 2, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസി, അത് സൂറത്തുൽ ബഖറയിലാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളും റഹ്മാനായ റബ്ബിൻ്റെ അസ്മാകളെയും സിഫാത്തുകളെയും വിശദീകരിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് അതും സൂറത്തുൽ ബഖറയിലാണ്. ആയത്തുദ്ദൈൻ, അത് സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ വിശദീകരിക്കുന്നു. സാമ്പത്തികമായ ഇടപാടുകളിലെ ഭദ്രതയെയും അത് എഴുതി വെക്കുന്ന വിഷയത്തിലും അതിന് സാക്ഷികളെ നിർത്തുന്ന വിഷയത്തിലുമുള്ള ഗൗരവത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. 4-മത്തത്, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ കീഴിലുള്ള ഒരു കൻസിൽ നിന്നാണ് നൽകപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉഅതീത. ആ 2 ആയത്തുകളിൽ നിന്ന് ഏതൊരു ഹർഫ് ഓതിക്കൊണ്ട് റബ്ബിനോട് ചോദിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള അതിബൃഹത്തായ 4 മഹത്വങ്ങൾ സൂറത്തുൽ ബഖറക്കുണ്ട്. അതിനു പുറമെ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം, സമൂഹം എങ്ങനെയായിരിക്കണം, ഒരു കുടുംബം എങ്ങനെയായിരിക്കണം,
തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇസ്ലാമിൻ്റെ അർക്കാനുകൾ, ഈമാനിൻ്റെ അർക്കാനുകൾ, വ്യക്തികൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ തുടങ്ങി എല്ലാ വിഷയങ്ങളും വിശദീകരിക്കുന്ന ബൃഹത്തായ അധ്യായമാണ് സൂറത്തുൽ ബഖറ. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, സൂറത്തുൽ ബഖറക്ക് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകിയ വ്യാഖ്യാനം ലോകം കേട്ടിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു. അത്രമാത്രം ബൃഹത്താണ് സൂറത്തുൽ ബഖറ എന്നാണ് സലഫുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ഉള്ളടക്കത്തിലേക്കൊന്ന് നോക്കൂ. ആ ഗ്രന്ഥം അതല്ലെങ്കിൽ ആ അധ്യായം ആരംഭിക്കുന്നത് ഹുറൂഫുൽ മുഖത്തഅ കൊണ്ട് തുടങ്ങി അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് പറയുന്നത് ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ വേദഗ്രന്ഥം ഒരു സംശയവും വേണ്ട, മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു എന്നാണ്. അത്രയ്ക്ക് യഖീനോടുകൂടി ഉറപ്പോടുകൂടി സംസാരിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ധർമ്മനിഷ്ഠ പാലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വേദഗ്രന്ഥം മാർഗദർശനം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത്. മനുഷ്യർക്ക് മാർഗദർശനം ലഭിക്കേണ്ടുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? തങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്, തങ്ങൾക്കൊരു സ്രഷ്ടാവുണ്ടോ എന്ന വിഷയത്തിലാണ്. സൂറത്തുൽ ബഖറ പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന വിഷയത്തിൽ സംശയിക്കേണ്ട. മറിച്ച് നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ പൂർവികരെ സൃഷ്ടിച്ച നിങ്ങളുടെ സ്രഷ്ടാവിനെ ആരാധിക്കുക. ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ദൈവമല്ല, ഗോത്രവിഭാഗങ്ങളുടെ ദൈവമല്ല, സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും നിങ്ങളുടെയും പൂർവികരുടെയും സൃഷ്ടാവുമായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കി തരുന്നു. അങ്ങനെ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളിൽ പിന്നെ ഉണ്ടാവേണ്ടുന്ന സ്വഭാവം എന്താണ്? അവർ ഭൂമിയിൽ ഒരിക്കലും കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാവരുത്. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. ഭൂമിയിൽ കുഴപ്പക്കാരായി നിങ്ങൾ മാറരുത്. ഫസാദിനെതിരിലുള്ള ആയത്തുകൾ ധാരാളം സൂറത്തുൽ ബഖറയിൽ കാണാം. അഥവാ തൗഹീദ് സ്വീകരിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവനല്ല, കുഴപ്പമുണ്ടാക്കുന്നവൻ ആകരുത് എന്ന വ്യക്തമായ സന്ദേശം സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കാണുന്നത് അറിവിൻ്റെ പ്രാധാന്യമാണ്. ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകളുടെ ചോദ്യം, രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെയാണോ റബ്ബേ നീ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും അലൽ മലായിക. എല്ലാ നാമങ്ങളും ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്തു, മലക്കുകൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. തത്തുല്യമായത് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു, ഞങ്ങൾക്കത് സാധ്യമല്ല എന്നവർ അംഗീകരിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോടും ഇബ്ലീസിനോടും പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആദരവിൻ്റെ സുജൂദ് ചെയ്യാൻ റഹ്മാനായ റബ്ബിൻ്റെ ഓർഡർ ഉണ്ടായി. അഥവാ ഇൽമിൻ്റെ മഹത്വമാണ്, അറിവുള്ളവരുടെ മഹത്വവുമാണ് ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ മനുഷ്യരാണ്, അബദ്ധങ്ങൾ പറ്റും. അബദ്ധങ്ങൾ പറ്റിയാൽ റബ്ബിൽ നിന്ന് മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് തൗബ ചെയ്യണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒരു അബദ്ധം പറ്റി. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൽ നിന്ന് ആ കലിമാത്തുകൾ സ്വീകരിച്ച് തൗബ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിച്ചു. പിന്നീട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നാൽ റഹ്മാനായ റബ്ബിനെ ധിക്കരിക്കുകയും അഹങ്കാരം കാണിക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഇബ്ലീസിന് സംഭവിച്ചത് എന്താണ്? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും പാപത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ മൽഊനായി, ശപിക്കപ്പെട്ടവനായി, റജീമായി സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. എപ്പോഴെല്ലാം അബദ്ധങ്ങൾ പറ്റുന്നുവോ അത് തിരുത്തി തൗബ ചെയ്യുന്നവർക്കാണ് ഖൈറ്. തിന്മകളിൽ ഉറച്ചു നിന്നാൽ അത് അപകടമാണ് എന്ന വലിയ സന്ദേശമാണ് സൂറത്തുൽ ബഖറ നൽകുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറക്ക് അൽ ബഖറ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പശുവിനെ അറുക്കുവാൻ വേണ്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ തൻ്റെ ജനതയോട് പറയുകയുണ്ടായി. റഹ്മാനായ റബ്ബിൽ നിന്നൊരു കൽപ്പന കിട്ടിയാൽ ചോദ്യം ചെയ്യാതെ അത് അനുസരിക്കുന്നതിലാണ് ഖൈറ്. എന്നാൽ അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പശുവിൻ്റെ പ്രായം, പശുവിൻ്റെ വയസ്സ്, പശുവിൻ്റെ ഇനം, അങ്ങനെ പലതും ചോദിച്ചപ്പോൾ നിയമങ്ങൾ
കടുത്തതായി തീർന്നു. പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ കൽപ്പന ചെയ്യുവാൻ, അനുസരിക്കുവാൻ അവർക്ക് സാധിച്ചത്. അതിൽ നിന്നുള്ള പാഠം എന്താണ്? റഹ്മാനായ റബ്ബ് ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യാതെ, കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോവാതെ അനുസരിക്കുന്നതിലാണ് ഖൈർ എന്ന വലിയ പാഠവും സൂറത്തുൽ ബഖറ നൽകുകയുണ്ടായി. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മതം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വല യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞതുപോലെ ഇന്ന ദീന യുസ്റുൻ, മതമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനോടും അതിൻ്റെ കഴിവിൽപ്പെടാത്തത് റഹ്മാനായ റബ്ബ് പറയുകയില്ല. ആ നിലക്ക് മതം എളുപ്പമാണെന്നും അത് റബ്ബിൻ്റെ ഔദാര്യമാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ ബഖറ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മതത്തിൽ ബലാത്കാരം ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. ആരെയും ബലം പ്രയോഗിച്ച് മതത്തിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ധർമ്മവും അധർമ്മവും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ചിന്തിക്കാനുള്ള ബുദ്ധിയുമുണ്ട്. അതുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കി സ്വീകരിക്കേണ്ടതാണ് മതം. അതല്ലാതെ ബലാത്കാരത്തിലൂടെയല്ല മതം പ്രചരിപ്പിക്കേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പിന്നീട് കുടുംബത്തിലേക്ക് വന്നുകൊണ്ട് കുടുംബത്തിൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ത്വലാഖിൻ്റെ മേഖലകളിൽ ശ്രദ്ധിക്കേണ്ടത്, മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്, എന്തിനേറെ ഒരു കുഞ്ഞിന് മുലയൂട്ടുന്ന സമയം പോലും സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു പറയുന്നു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മാറൂഫ്. തീർച്ചയായും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധ്യതകളുമുണ്ട്, ഉത്തരവാദിത്വവുമുണ്ട്. ഒരാൾക്ക് മാത്രം ഉത്തരവാദിത്വം, മറ്റൊരാൾക്ക് മാത്രം ബാധ്യത, അങ്ങനെയല്ല. സ്ത്രീക്ക് ബാധ്യതയുണ്ട്, അതേപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാർക്കും അവകാശങ്ങളുണ്ട്, ബാധ്യതകളുമുണ്ട്. ഇങ്ങനെ അവകാശങ്ങളും ബാധ്യതകളും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു നല്ല കുടുംബം മുന്നോട്ട് പോകുന്നത് എന്ന് സൂറത്തുൽ ബഖറ നമുക്ക് മനസ്സിലാക്കി തരുന്നു. കുടുംബമായി കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി പരസ്പരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി നിങ്ങൾ മാറരുതെന്നും, വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത നന്മകളെ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേപോലെ തന്നെ ദാനധർമ്മത്തിൻ്റെ അസ്ല് വലിയ വിശദീകരണങ്ങൾ അത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ആരാണോ ധനം ചെലവഴിക്കുന്നത് അതൊരു ധാന്യമണി പോലെയാണ്. അതിൽ നിന്ന് 7 കതിരുകളും ഓരോ കതിരിലും 100 നെൽമണികളും ഉണ്ടാകുന്നത് പോലെ ഒരു ചെറിയ ദാനം ഇരട്ടിയായി വർദ്ധിച്ച് 700 അതിനേക്കാൾ കൂടുതലുമായി മാറുമെന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിലും നന്മയുടെ മാർഗ്ഗത്തിലും ധനം ചെലവഴിക്കുവാനുള്ള ശക്തമായ പ്രോത്സാഹനം സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലിയുഅദ്ദില്ലദി ഉത്മിന അമാനതഹു വലിയത്തഖില്ലാഹ റബ്ബഹു. ആരാണോ അമാനത്തുകൾ ഏൽപ്പിക്കപ്പെട്ടത് അവർ അല്ലാഹുവിനെ ഭയപ്പെടുകയും അമാനത്തുകൾ നിർവഹിക്കുകയും ചെയ്യട്ടെ. ആരെയും ചതിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, സത്യസന്ധത പാലിക്കണം, അമാനത്ത് കാത്തു സൂക്ഷിക്കണമെന്ന അതിബൃഹത്തായ സന്ദേശങ്ങളും സൂറത്തുൽ ബഖറയിൽ കാണാം. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും വ്യക്തമായ മാർഗദർശനം നൽകുന്ന അതുല്യമായ ഖുർആനിലെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫഇന്ന ശൈത്താന യഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാചി ഓടിയകലും. പിശാചിന് നിൽക്കാൻ കഴിയില്ല സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സിഹറിൻ്റെ മാരണത്തിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ അപകടവും വ്യക്തമായി സൂചിപ്പിക്കുന്ന ആയത്തുകൾ സൂറത്തുൽ ബഖറയിലുണ്ട്. അതുകൊണ്ട് തന്നെ സിഹർ എന്ന മഹാപാപത്തെ മനസ്സിലാക്കുന്ന, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് അയാളെ സമീപിക്കുവാൻ സാഹിറുകൾക്ക് സാധ്യമല്ല. സൂറത്തുൽ ബഖറയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വലാ യസ്തതിഉഹൽ ബതല. സിഹറിൻ്റെ ആളുകൾക്ക് അവരെ ഉപദ്രവിക്കാനും കഴിയില്ല. ആ നിലക്കൊട്ടനവധി മഹത്വങ്ങൾ പറയപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ബഖറ നാം പാരായണം ചെയ്യുക, പഠിക്കുക, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അടിമകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ഒരായത്ത് സൂറത്തുൽ ബഖറയിൽ കാണാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബിയെ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, സൃഷ്ടികളെയല്ല, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഇതിനേക്കാൾ സന്തോഷം നൽകുന്ന വാർത്ത വേറെ എന്താണുള്ളത്? അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കുക. സൂറത്തുൽ ബഖറയിൽ ഗംഭീരമായൊരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ നിരന്തരം ആവർത്തിച്ച പ്രാർത്ഥനയെന്ന് ഹദീസിൽ കാണുന്ന, ഇഹത്തിലും പരത്തിലും നന്മ നേടിത്തരുന്ന പ്രാർത്ഥന, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്തും പരലോകത്തും നീ ഞങ്ങൾക്ക് ഹസനാത്തുകൾ, ഖൈറാത്തുകൾ നൽകണേ റബ്ബേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ എന്ന പ്രാർത്ഥന. അതേപോലെ തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലെ ഓരോ ഹർഫുകൾക്കും ഉത്തരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആരെങ്കിലും രാത്രിയിൽ അത് പാരായണം ചെയ്ത് കിടന്നാൽ കഫഥാ, ആ 2 ആയത്തുകൾ മതി അന്നേ ദിവസത്തേക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഗംഭീരമായ ആ 2 ആയത്തുകൾ. അർശിൻ്റെ താഴെയുള്ള കൻസിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള ആ ആയത്തുകൾ, അതിലുള്ള പ്രാർത്ഥന എന്താണ്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റാ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആ പ്രാർത്ഥന, ആ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുക. അവസാനമായി പണ്ഡിതന്മാരിൽ വലിയ ഭൂരിപക്ഷം അഭിപ്രായപ്പെട്ടതനുസരിച്ച് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തും സൂറത്തുൽ ബഖറയിലാണ്. അതിലുള്ളത് എന്താണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. മനുഷ്യരെ, നിങ്ങളൊരു ദിവസത്തെ ഭയപ്പെടണം. റഹ്മാനായ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ദിവസമാണ്. ഭൂമിയിൽ വെച്ച് നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് അനുരൂപമായി കൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ ലോകം വരാനുണ്ട്. ആ ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് മടങ്ങിപ്പോകുന്ന മരണത്തിൻ്റെ ആ ദിവസത്തെ മടക്കയാത്രയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, ഭയപ്പെടണം. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ സംസ്കരിച്ചെടുക്കുവാനും റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല ജീവിതം നയിക്കുവാനും ഇഹത്തിലും പരത്തിലും ഔന്നിത്യമേറിയ വിജയം നേടിയെടുക്കുവാനും സഹായിക്കുന്ന അതുല്യമായ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ ആളുകളായി നമ്മൾ മാറുക. സഹാബത്തിനെ അല്ലാഹുവിൻ്റെ റസൂൽ സ്നേഹത്തോട് വിളിച്ചത് യാ അസ്ഹാബ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആളുകളെ, അനുയായികളെ എന്നായിരുന്നു സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചത്. അതൊരു വലിയ ഫളലാണ്, അതൊരു വലിയ മഹത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സൂറത്തുൽ ബഖറയെ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.